എൻ്റെ താലി. കഥ അവതരണം തുമ്പി. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാം. എൻ്റെ താലി പാർട്ട് 9. സുധിയുടെ ചുംബനങ്ങൾ അവളുടെ ഓരോ അണുവിലും പ്രണയത്തിൻ്റെ ലഹരി പടർത്തുകയായിരുന്നു. അവൾ അറിയാതെ തന്നെ അവൻ്റെ മാറിലേക്ക് കൂടുതൽ ഒട്ടിനിന്നു. തൻ്റെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിൽ അമരുന്നതും സുധിയുടെ നിശ്വാസങ്ങൾ തൻ്റെ കഴുത്തിൽ തട്ടുന്നതും രേണു ഒരു സ്വപ്നത്തിലെന്ന പോലെ ആസ്വദിച്ചു. ഇത്രയും കാലം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അകലം ആ നിമിഷം പാടെ ഇല്ലാതായതുപോലെ അവൾക്ക് തോന്നി. അവളുടെ അടിവയറ്റിലെ കറുത്ത മറുകിൽ സുധിയുടെ ഓരോ ചുംബനങ്ങളും അവൾ ആസ്വദിക്കാൻ തുടങ്ങി. അവൻ്റെ കൈകൾ അവളുടെ ഇരുമാറുകളും തഴുകിക്കൊണ്ടേയിരുന്നു. അവളുടെ പൊക്കിൾ ചുഴിയിലൂടെ അവൻ്റെ ചുണ്ടുകൾ സഞ്ചരിക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ്റെ ചുണ്ടുകൾ തലോലിക്കൊണ്ട് അവളിലെ പെണ്ണിലെ അവൻ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രിയുടെ ഏതോ അനർഘ നിമിഷത്തിൽ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. വേദന കൊണ്ടവൾ പുളഞ്ഞെങ്കിലും ഏതോ ഒരു നിമിഷത്തിൽ അതൊരു സുഖമുള്ള നോവായി അവൾക്ക് തോന്നി. ഇടയ്ക്കെപ്പോഴോ അവൾ സുധിയേട്ട എന്ന് നീട്ടി വിളിച്ചപ്പോൾ അവനിൽ അത് കൂടുതൽ ആവേശമുണർത്തി. അവൻ അവളുടെ ചുണ്ടുകളിലെ തേൻ നുകർന്നുകൊണ്ടേയിരുന്നു. അവളെ ഒന്ന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ അവൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും കൂടുതൽ ആസക്തിയോടെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് സമയമായപ്പോൾ അവളിലെ വേദന മാറിയെന്ന് അവന് തോന്നി. അവളും അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രേണു മോളെ, നീ എന്താ കണ്ണടച്ചിരിക്കുന്നത്? കണ്ണൊന്ന് തുറന്നേ. എനിക്ക് നിൻ്റെ കണ്ണുകളിൽ നോക്കി വേണം നിന്നെ അറിയാൻ. അത് കേട്ടതും അവൾ സ്നേഹത്തോടെ പ്രണയത്തോടെ അവളുടെ കണ്ണുകൾ മെല്ലെ തുറന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൻ അവളിലെ പെണ്ണിനെ അറിയുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അവൻ അവളിൽ നിന്നും തെന്നി മാറി ബെഡിൽ കിടന്നു. എന്നിട്ട് അവളോടായി പറഞ്ഞു, രേണു, നിനക്കൊരുപാട് വേദനിച്ചോ? ഏയ് ഇല്ല ഏട്ടാ, അവൾ പറഞ്ഞു. അത് കേട്ടതേ സുധി പറഞ്ഞു, എന്നാൽ നമുക്ക് ഒന്നുകൂടെ അയ്യട മോനെ, ഇനി അതങ്ങോട്ട് പള്ളിയിൽ പോയി പറഞ്ഞേച്ചാൽ മതി. നേരം വെളുക്കാൻ ഇനി അധിക സമയമില്ല. ജനാലയ്ക്കൽ തട്ടി വിളിക്കുന്ന കാറ്റിൽ മുല്ലപ്പൂക്കളുടെ മണം മുറിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ആ തണുപ്പിലും അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് കിടക്കുമ്പോൾ രേണു പറഞ്ഞു, ഇത് തങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരധ്യായത്തിൻ്റെ തുടക്കമായിരിക്കുമെന്ന്. ഇനി തങ്ങൾക്കിടയിൽ ദൂരമില്ല, രഹസ്യമില്ല, പ്രണയം മാത്രമെന്ന്. എന്നാൽ പാവൻ രേണു പൊട്ടിക്കാളി പെണ്ണ്. അവളുടെ സുധിയുടെ ചതിയിൽ അകപ്പെടുകയായിരുന്നു അവൾ. അന്നു മുതൽ സുധി രേണുവിനോട് അതിയായ സ്നേഹം കാണിച്ചു. അവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. അവളുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും. നീ എപ്പോഴും സന്തോഷമായിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു. രേണുവിൻ്റെ ലോകം മുഴുവൻ ആ സ്നേഹത്തിൽ നിറഞ്ഞു. പക്ഷേ ആ സന്തോഷം അങ്ങനെ അധികം ദിവസം നീണ്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ തോന്നി. പീരീഡ്സൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടും വരുന്നില്ല. മാത്രമോ തലചുറ്റൽ, ക്ഷീണം, രാവിലേക്ക് അസ്വസ്ഥത. ആദ്യം അവൾ അതിനെ അത്ര ഗൗരവമായി എടുത്തില്ല. എന്നാൽ ഡോക്ടറെ കണ്ടപ്പോൾ അവളുടെ ജീവിതം മാറ്റിമറിക്കുന്ന മറ്റൊരു വാർത്ത കേട്ടു. ഇവിടെ കഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയൊരു കള്ളത്തരമുണ്ടായിരുന്നു. പ്രണയ നൊമ്പരങ്ങളുടെ കഥ എൻ്റെ താലി തുറന്ന് കേൾക്കാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.